ദിവസങ്ങളോളം ബലിതർപ്പണം നടന്നു. ആയിരക്കണക്കിന് പാമ്പുകൾ അഗ്നിയിൽ ഹോമിക്കപ്പെട്ടു. ഈയൊരവസരത്തിൽ ആസ്തികൻ എന്ന ബ്രാഹ്മണൻ യാഗശാല സന്ദർശിക്കുവാനെത്തി. ഏതാണ്ട് യാഗത്തിന്റെ അന്തിമഘട്ടമായിരുന്നത്. ഹേ ബ്രാഹ്മണശ്രേഷ്ഠ, നിങ്ങളുടെ പുച്ഛത്തിന് ഇളപ്പമുണ്ടെങ്കിലും നിങ്ങളുടെ സത്ത തന്നെ വിദ്യ കൊണ്ട് പ്രകാശിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നൽകുവാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. എന്താണ് വേണ്ടതെന്ന് ചോദിക്കൂ. പുച്ഛം നിറഞ്ഞ ആ ബ്രാഹ്മണന്റെ ഭാവം കണ്ടപ്പോൾ അങ്ങനെയാണ് രാജാവിന് പറയുവാൻ തോന്നിയത്. ഈ സമയത്ത് പ്രധാന യാഗപുരോഹിതൻ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, രാജാവേ, യാഗം ഇതുവരെ പൂർത്തിയായിട്ടില്ല. നിങ്ങൾ ആഗ്രഹിച്ച തക്ഷകൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അവൻ അഗ്നിയിൽ വന്ന് വീഴുന്നതുവരെ കാത്തിരിക്കുക. അതിനുശേഷം ബ്രാഹ്മണർക്കുള്ള ദാനങ്ങൾ ചെയ്തു തുടങ്ങാം. ജനമേജയൻ ജിജ്ഞാസയോടെ ചോദിച്ചു, ഇപ്പോഴും എന്തുകൊണ്ടാണ് തക്ഷകൻ ജീവിച്ചിരിക്കുന്നത്? അവൻ്റെ പേരിൽ മന്ത്രം ജപിച്ച് അവനെ അഗ്നിക്ക് ഇരയാക്കൂ. പുരോഹിതന്മാർ ഉചിതമായ മന്ത്രങ്ങൾ ഉച്ചരിച്ചു. പക്ഷേ ഫലപ്രാപ്തി ഉണ്ടായില്ല. അവരതിനുശേഷം വായുവിലെ ശകുനങ്ങൾ നോക്കി അവരുടെ ആത്മീയ ശക്തി ഉപയോഗിച്ച് ദൈവീകമായ കാരണങ്ങൾ തിരക്കി. അവസാനം പ്രധാന പുരോഹിതൻ പറഞ്ഞു, അല്ലയോ രാജാവേ, തക്ഷകൻ ഇന്ദ്രനിൽ അഭയം തേടിയിരിക്കുന്നു. ദേവന്മാരുടെ നാഥൻ സ്വർഗീയ വസതിയിൽ അവനെ സംരക്ഷിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ മന്ത്രങ്ങൾ പ്രാവർത്തികമാകാത്തത്.